അത് അല്ലാഹുവിനക്ക് സഹിക്കുന്നില്ല. നബിയേ, ഇവിടെ സുജൂദ് ചെയ്യേണ്ട സ്ഥലമല്ല, ഇവിടെ സുജൂദ് ചെയ്യേണ്ട സ്ഥലമല്ല. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി? ظلمت سنة من أحيا الظلام إلى أن اشتكت قدماه اللر من ورمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പാതിര സമയത്ത് നിന്ന് നിസ്കരിച്ച് അവിടത്തെ കാല് വീർത്തുമുട്ടിയ സമയത്ത് പോലും അവിടെ നിസ്കാരം നിസ്കരിച്ചപ്പോൾ മഹദിയായ ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ല, നബിയേ, എവിടുന്ന് എന്തിനു അവിടുത്തെ ശരീരത്തിന് ബുദ്ധിമുട്ടാക്കണം? അവിടത്തേക്ക് അല്ലാഹു തആല എല്ലാം നൽകിയിട്ടില്ല നബിയേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞല്ലോ, അഫലാ അകൂന അബ്ദൻ ശകൂറാ. എല്ലാം ശരിയാണ്, അല്ലാഹു തആല തന്ന നിഅമത്തിലേക്ക് ഞാൻ ശുക്ർ ചെയ്യുന്ന അടിമയാകണ്ടയോ ആയിഷ? നമുക്ക് എന്ത് അവകാശപ്പെടാനുണ്ട് മുഅ്മിനീങ്ങളെ? നമുക്ക് എന്ത് അവകാശപ്പെടാനുണ്ട് ഈ സമയത്ത്? അതൊക്കെയാണ് നമ്മുടെ നഫ്സിനോട് നമ്മൾ ചോദിക്കേണ്ടത്. ഓരോ ജന്മദിനം വരുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് എത്രമാത്രം മഹബ്ബത്തുണ്ട് എന്ന് നാം ചിന്തിക്കണം, നമ്മളെ ഹിസാബ് ചെയ്യണം. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ശഫാഅത്ത് ഏറ്റെടുക്കുന്നു, അവിടുന്ന് ശഫാഅത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ശഫാഅത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ ഉസ്താദന്മാര്, മശായിഖന്മാരും മുഹദ്ദീങ്ങളും, നമ്മുടെ മാതാപിതാക്കൾ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, ഭാര്യമാർ, എല്ലാവരെയും അവിടുത്തെ ശഫാഅത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അവിടുത്തെ ഹൗദുൽ കൗസറിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അവിടുത്തെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ചോദിക്കാൻ അർഹരല്ല, എന്നാലും അവിടുന്ന് വലിയ റഹ്മത്തുള്ളവരാണല്ലോ മഹാന്മാര് മുഴുവനും പറഞ്ഞത്. فضلا فبالمأمول يحظى صبكم بشفاعة كنتم لديه زعيما.